ഇരുനിലക്കുട ഉയർത്തിക്കൊണ്ടാണ് പാറമേക്കാവും തിരുവമ്പാടിയും പരസ്പരം പോരടിക്കുന്നത്. ആദ്യഘട്ടത്തിൽ നമ്മൾ കണ്ടു ആ പാറമേക്കാവ് ഒരു സസ്പെൻസ് പൊട്ടിച്ചു. പിന്നാലെ തന്നെ ആ തിരുവമ്പാടിയും ആ സസ്പെൻസിന് മറുപടി നൽകി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ആ തിരുവമ്പാടിയുടെ ദൃശ്യവും പാറമേക്കാവിന്റെ ദൃശ്യവും വളരെ നയനമനോഹരമായി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ട്. തിരുവമ്പാടി ആ റോസ് നിറത്തിലുള്ള കുടകൾ, ഒപ്പം തിടമ്പേറ്റിയ കൊമ്പന്റെ ശിരസിൽ ഉയർത്തിയിരിക്കുന്നത് ചുവപ്പ് നിറത്തിൽ റോസ് നിറത്തിലുള്ള ആ കുടകൾ ഉയർത്തിയിരിക്കുന്നു. അങ്ങനെ ആ വൈഡ് ഫ്രെയിമും എത്തിയിരിക്കുന്നു. വൈകുന്നേരത്തിലേക്ക് അടുക്കുമ്പോൾ, സൂര്യാസ്തമയത്തിലേക്ക് അടുക്കുമ്പോൾ തെക്കേ ഗോപുരനടയ്ക്ക് മുൻവശത്ത് ഒരു കടലിരമ്പം പോലെ മനുഷ്യ മഹാസാഗരം അങ്ങനെ അണിനിരക്കുന്നു. പച്ചക്കുടകൾ ഉയർത്തി തിരുവമ്പാടിയത് പച്ചയിൽ വരകൾ അല്ലേ, ആ അലുക്കുകളൊക്കെ കണ്ടോ, വെള്ളി നിറത്തിലുള്ള അലുക്കുകളൊക്കെ ക്രമീകരിച്ചുകൊണ്ട് തിരുവമ്പാടിയുടെ കുടകളും ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ അങ്ങനെ തിരുവമ്പാടി മാത്രം ഉയർത്തേണ്ട എന്നുള്ളതാണ് പാറമേക്കാവിന്റെ ആ ഒരു വാശി, വീര, ആരോഗ്യകരമായ മത്സരം. പാറമേക്കാവ് സന്ധ്യയോടൊക്കെ അടുക്കുമ്പോ തലയുയർത്തി നിൽക്കുന്ന തെക്കേ ഗോപുരനട, നിറഞ്ഞു നിൽക്കുന്ന പുരുഷാരം, അതിനിടയിൽ ഉയർന്നു പൊങ്ങുന്ന വർണ്ണക്കുടകൾ, ഗജവീരന്മാരുടെ അകമ്പടി, ഇതെല്ലാം നമുക്കൊരു ചിത്രം വരയ്ക്കുന്നത് പോലെ, വലിയൊരു ക്യാൻവാസിൽ ചിത്രം വരയ്ക്കുന്നത് പോലെ എത്ര സുന്ദരമായ കാഴ്ചകളാണ് ഈ തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗം. അതേ മഞ്ഞപൊന്തി തിരുവമ്പാടിയുടെ ഭാഗത്ത് നിന്ന് വീണ്ടും ഒരു മഞ്ഞക്കുടകൾ ഉയർത്തിക്കൊണ്ടാണ് തിരുവമ്പാടി ആ മറുപടി നൽകുന്നത്. ആ റോസ് കുട ആ തിടമ്പേറ്റിയ കൊമ്പന്റെ തിരുവമ്പാടി ചന്ദ്രശേഖരന്റെ ശിരസിലേക്ക് ഉയർത്തിപ്പിടിക്കുന്നു. അങ്ങനെ ആലവട്ടവും വെഞ്ചാമരവും ഒക്കെയായി ഈ ഒരു കടലിരമ്പത്തെ സാക്ഷിയാക്കിക്കൊണ്ട് കുടമാറ്റത്തിന്റെ ഏറ്റവും നയനാഭിരാമമായ കാഴ്ചകൾ മാലോകർക്ക് സമ്മാനിച്ചുകൊണ്ടേ പൂരം ഇങ്ങനെ കടന്നു പോവുകയാണ്. ഇപ്പോൾ ആ ഒരു കൊമ്പനെ കണ്ടോ, എന്തൊരു ഭംഗിയാണ്. ഇരു ചെവികളും ഇങ്ങനെ ആട്ടി ആ കൊമ്പന്റെ എല്ലാ ഇവൻ കാട് മതിച്ചു കടന്ന കൊമ്പനെ പിടിച്ച് അവനെ ചട്ടം പഠിപ്പിച്ച് തൃശൂർ പൂരം എന്ന മഹാത്ഭുതത്തിൽ ഒരു പങ്കെടുപ്പിക്കുന്ന ഒരു മനുഷ്യന്റെ വൈഭവം കൂടി ഇതിനകത്ത് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. സ്വാഭാവികമായും ആ ഒരു കാഴ്ച തന്നെയാണല്ലോ മനുഷ്യരെ അങ്ങനെ അടുപ്പിച്ചു നിർത്തുന്നത്. കാവി നിറത്തിലുള്ള കുടകളാണല്ലോ. അതെ, കാവി നിറത്തിലുള്ള കുടകൾ. അത് കാവിയാണോ അല്ലെങ്കിൽ ബ്രൗണോ, എന്താ പറയാൻ പറ്റുന്നത്? കാവിയും ബ്രൗണും കൂടിയിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കാം. അത് തിരുവമ്പാടിയുടെ ഭാഗത്ത്, മറുവശത്തെ പാറമേക്കാവിന്റെ വർണ്ണക്കുട അങ്ങനെ തന്നെ നിൽക്കുന്നു. പച്ചക്കുടയാണ് തിടമ്പേറ്റിയ തിരുവമ്പാടി ചന്ദ്രശേഖരന്റെ പുസ്തകത്തിന് തിടമ്പിന് തൊട്ടുപുറകിലായി ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്. അങ്ങനെ ആ കാഴ്ചകൾ ഇങ്ങനെ അനസ്യൂതം ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു എന്ന് പറയേണ്ടി അടുക്കുന്നു. ഇപ്പോൾ പാറമേക്കാവ് അതിന്റെ മറുപടി എന്നോണം അടുത്ത കുടയിലേക്ക് പോവുകയാണ്. ഏറെക്കുറെ സമാനമായ കുട തന്നെ അല്ലെ, തിരുവമ്പാടി ഉയർത്തിയ കുടകൾക്ക് സമാനമായ രീതിയിൽ തന്നെ ഒരു മഞ്ഞ സ്വഭാവത്തോടു കൂടിയുള്ള ആ കുട ഉയർത്തുകയാണ് പാറമേക്കാവ്. ആ വീറും വാശിയും ഇങ്ങനെ അത് ഒട്ടും ചോർന്നു പോകാൻ, ഇപ്പോൾ നേരത്തെ ജേസൺ പറഞ്ഞതുപോലെ ഒരു സ്വയം പരിമിതപ്പെടുത്തൽ ധാരണയൊക്കെ ഉണ്ടാവുകയും 50 സെറ്റ് കുടകളിലേക്ക് അത് മാറുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഒരു തെല്ല് പോലും പിന്നോട്ട് പോകാൻ ഒരു തട്ടകത്തിലും, പ്രത്യേകിച്ച് പാറമേക്കാവ് തിരുവമ്പാടി അവർക്ക് മാത്രമാണ് അർഹതയുള്ളത് ഇങ്ങനെ കുടമാറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ തേക്കിങ്ങാട് മൈതാനിയിൽ. ഈ ലോകത്ത് 2 തട്ടകങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട് ദീപക്കെ. ഒന്ന് തിരുവമ്പാടി തട്ടകം, ഒന്ന് പാറമേക്കാവ് തട്ടകം. ലക്ഷക്കണക്കിന് ആളുകൾ ഇവരുടെ ഫോളോവേഴ്സ് ആണ്. നമ്മളെല്ലാം പൂരത്തെ സ്നേഹിക്കുന്നവരെല്ലാവരും മറുപടി നൽകിയിരിക്കുന്നു. തിരുവമ്പാടി അതാ അടുത്ത കുടയിലേക്ക് പോകുന്നു. ആ കുടകൾ ഓരോന്നും ഉയരുമ്പോൾ ഇവിടെ ഉയരുന്ന ഹർഷാരവം, ആർപ്പുവിളികൾ, ആകാശത്തിലേക്ക് കൈകൾ രണ്ടായി മാറുന്ന കാഴ്ച. അങ്ങനെയുണ്ടോ? ലോകം രണ്ടായിട്ട് മാറുകയാണ്. കളറുകളിൽ, വർണ്ണങ്ങളിൽ, അഭിരുചികളിൽ, സൗന്ദര്യത്തിൽ 2 ലോകങ്ങൾ തമ്മിലുള്ള മത്സരമാണ് ഈ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ. ആ നിലയ്ക്ക് തന്നെ വേണം ഈ കാഴ്ചകളെ കാണാനെന്നുള്ളതാണ് ജയ്സന്റെ നിലപാട്. എന്തായാലും അടുത്ത കുടയിലേക്ക് തിരുവമ്പാടി കടക്കുമാ ഹർഷാരവും ആർപ്പുവിളികളും കൈകൾ ഉയർത്തിയുള്ള ആ സന്തോഷം പങ്കുവയ്ക്കും. എത്ര ഗംഭീരമായ കുട. അതിന് പ്രത്യേകം ഒരു നമ്മൾ കളർ പറഞ്ഞ് മോശാക്കുന്നില്ല. ഗംഭീരമായ കുട തന്നെയാണ്. ഇപ്പോൾ മറുപടി സസ്പെൻസ് വന്നിരിക്കുന്നു. ആരുടെ ചിത്രമാണ്? ഹനുമാൻ. ആ മുകളിൽ ആരാണ്? ശ്രീറാം. അതെ. പാറമേക്കാവിന്റെ സസ്പെൻസ്, മറ്റൊരു സസ്പെൻസ് കൂടി പാറമേക്കാവ് ഈ ഘട്ടത്തിൽ പുറത്തേക്ക് എടുക്കുകയാണ്. ഇനി തിരുവമ്പാടിക്കുള്ള അവസരമാണ്. ഈ സസ്പെൻസിന് എന്തൊക്കെ മറുപടി കൊടുക്കാൻ പറ്റും? ഈ ഒരു സമയത്ത് കൊടുക്കാൻ പറ്റുന്ന മറുപടി
ശിവനാവാൻ സാധ്യതയുണ്ട്. ശിവന്റെ സാധ്യതയുണ്ട്. നമ്മൾ വടക്കോട്ട് നോക്കിയാൽ മറ്റു പല സാധ്യതകളും ഉണ്ട്. നമുക്ക് നോക്കാം. ആ സാധ്യതകളിലേക്കൊക്കെ കടക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ടതുണ്ട്. അങ്ങനെ പൂരം അതിന്റെ ആവേശപൂരത്തിലേക്ക്, ആഹ്ലാദപൂരത്തിലേക്ക്, ആർഭാടപൂരത്തിലേക്ക് പൂർണ്ണമായും എത്തിയിരിക്കുന്ന കാഴ്ച തന്നെ തെക്കേ ഗോപുര നടക്കി മുൻവശത്ത് നിന്ന് കാണാൻ സാധിക്കും. നേരത്തെ ജയ്സൺ പറഞ്ഞതുപോലെ അല്പസമയമെങ്കിലും കാർമേഘം ഇരുണ്ടുകൂടിയ ഒരു മാനം ഈ തെക്കേ ഗോപുര നടക്കി മുൻവശത്ത് അല്ലെങ്കിൽ ഈ തേക്കിൻകാട് മൈതാനത്തിന് മുകളിലായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു കാർമേഘം ഇരുണ്ടുകൂടുകയും പിന്നീട് അത് പെയ്തൊഴിയാതിരിക്കുകയും ചെയ്തിരിക്കുന്നത് ഈ പൂരത്തെ ഒന്നുകൂടി കളറാക്കി. എന്തേ? തീർച്ചയായിട്ടും ആശങ്ക ഒഴിയുമ്പോഴാണ് സൗന്ദര്യം കൂടുക. ഇത് മനുഷ്യന്റെ പൊതുജീവിതത്തിൽ പരിശോധിച്ചാൽ അങ്ങനെ തന്നെയാണ്. പാറമേക്കാവിന്റെ കുടകളാണ് കാണുന്നത്. ഇങ്ങനെ വരും, വരാതെ എവിടെ പോകാനാണെന്ന് ചോദിക്കുന്നത് പോലെ ഇനിയും നിരവധിയായ കുടകൾ അങ്ങനെ ഉയർത്താനുണ്ട്. പച്ച നിറത്തോട് കൂടിയ കുടകളാണ് മറുവശത്ത് മറുപടി എന്നോണം തിരുവമ്പാടി ഇപ്പോൾ ഉയർത്തി നിർത്തിയിരിക്കുന്നത്. ഇരുവശത്തേക്കും ഇങ്ങനെ കണ്ണോടിച്ച് പുരാഹ്ലാദത്തിൽ, പുരാവേശത്തിൽ, പൂരത്തിന്റെ എല്ലാ ഊർജവും ഉൾക്കൊണ്ടുകൊണ്ട് നിരവധിയായ മനുഷ്യർ ഇനിയും കാത്തു നിൽക്കുന്നു. ഞങ്ങൾക്ക് എന്താണ് നിങ്ങൾ കാത്തുവെച്ചിരിക്കുന്നത്? ഇത്തവണ എന്ത് സൗകുമാര്യമാണ് ഇനിയും നെഞ്ചിലേക്ക് ആവാഹിക്കാൻ, മനസ്സിലേക്ക് ആവാഹിക്കാൻ കാത്തുവെച്ചിരിക്കുന്നത് എന്ന ചോദ്യമാണ്. തൂവെള്ളക്കുട അല്ലേ? നല്ല ഡിസൈൻ. അതെ, ഗംഭീരമായ ഡിസൈനാണ്. ഓരോ വർഷവും ഇങ്ങനെ പുത്തൻ ഡിസൈനുകൾ കണ്ടെത്തണം. എന്തൊരു എന്തൊരു കഷ്ടപ്പാടുണ്ടല്ലേ. അതും പുറത്തു പോകരുത്, ഈ വിവരങ്ങളൊന്നും പുറത്തു പോകരുത്, ഞങ്ങളുടേത് മാത്രമായിട്ട് നിൽക്കണം. അങ്ങനെയുള്ളൊരു വീറും വാശിയും ഇതിനകത്തുണ്ട്. കുടകൾ ഒരുക്കുന്ന കാര്യത്തിൽ അത് സൂക്ഷിച്ചു വെക്കണം. ഇതാ വീണ്ടും പാറമേക്കാവ് മാറ്റത്തിന് തയ്യാറെടുക്കുകയാണ്. പാറമേക്കാവിന്റെ അടുത്ത കുട ഉയർത്തിയിരിക്കുന്നു. ഇനി ഈ കുടകളൊക്കെ ഉയർന്നു കഴിഞ്ഞാൽ ആലവട്ടവും പഞ്ചാമരവും 3 തവണ ഇങ്ങനെ ഉയർന്ന് പറക്കും. അതിനുശേഷമാണ് അടുത്ത കുടയിലേക്ക് പോവുക. ഈ ആനകളൊക്കെ നിരന്നു നിൽക്കുന്ന കാഴ്ച മുൻവശത്ത് നിന്നാണ് നമ്മളെല്ലാം കാണുന്നത്. പക്ഷേ ഈ ആനകളുടെയൊക്കെ പുറകുവശത്ത് വലിയൊരു ശ്രമം നടക്കുന്നുണ്ട്. ആ ശ്രമം എന്ന് പറയുന്നത് അത് നിരവധിയായ ആളുകളുടെ അധ്വാനത്തിന്റെ ഫലമാണ് ഈ കാഴ്ചകളെല്ലാം തന്നെ നമ്മൾ കാണുന്നത് എന്നുള്ളതിന്റെ സൂചന കൂടി ഒരു സമയത്ത് നമുക്ക് പറയാൻ സാധിക്കും. ഈ കൊമ്പന്മാരെല്ലാം നേരത്തെ തന്നെ പല വിധത്തിലുള്ള നിയമ നിർദ്ദേശങ്ങളൊക്കെ വന്നു. 50 മീറ്റർ അകലം പാലിക്കണം, അല്ലെങ്കിൽ 6 മീറ്റർ അകലം പാലിക്കണം, അങ്ങനെയൊക്കെയുള്ള നിർദ്ദേശങ്ങളൊക്കെ വന്നു. പക്ഷേ ഇതൊക്കെ 50 മീറ്ററും 6 മീറ്ററും ഒക്കെ നിഷ്കർഷ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാനൊക്കെ സാധ്യമാണ്. ആർക്കാണ് ഈ ആവേശത്തിലെത്തിയിരിക്കുന്ന ആസ്വാദകരെ തടയിടാൻ കഴിയുക? ഒരു അപകടമില്ലാതിരിക്കേണ്ടതിന്റെ ആവശ്യകത വളരെ വലുത് തന്നെയാണ്. ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ മനുഷ്യനെ ഇത്രത്തോളം നിർവൃതിയിലേക്ക് കൊണ്ടുവരുന്ന, കാഴ്ചയുടെ വസന്തമൊരുക്കുന്ന തെക്കേ ഗോപുര നടയ്ക്ക് മുൻപിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും നിഷ്കർഷകൾ അത് സാധ്യമാണ്.